ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇ-കോമേഴ്സ് ഡെവലപ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ഇ-കോമേഴ്സ് ഡെവലപ്പർ നിങ്ങളുടെ വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് നിങ്ങളിത് ഫൈനൽ സ്റ്റേജിലല്ല, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ. പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കണമെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് ബഡ്ജറ്റ് എന്നുള്ളത്. ബഡ്ജറ്റ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമല്ല, അത് ഓരോ ബിസിനസ്സുകാരനെയും സംബന്ധിച്ചായിരിക്കും ആ ബഡ്ജറ്റ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ബിസിനസ്സിനെ അനുസരിച്ച് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ ബഡ്ജറ്റായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്, അതിൽ 50% വെബ്സൈറ്റ് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ ചെലവഴിക്കേണ്ടത്. ബാക്കി 50% നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വിജയത്തിലേക്ക് തന്നെയായിട്ട് വേണം നിങ്ങൾ മാറ്റിവെക്കണം. ഇന്ന് ഇ-കോമേഴ്സ് വെബ്സൈറ്റുകൾ തുടങ്ങുന്ന ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയൊരു തെറ്റാണ് ബഡ്ജറ്റിനെ കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റിന് എത്ര പൈസയാണ് ഞാൻ മുടക്കേണ്ടത് എന്നൊരു ഭാഗത്തെ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അടുത്ത കാര്യത്തിലേക്ക് അവർ കടക്കാനായിട്ട് നോക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവേണ്ടതല്ലേ എന്നൊരു ഭാഗത്തേക്കായിട്ട് അത് നിൽക്കുന്നു. അതാണ് ഇതിലെ വരുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. അതുകൊണ്ട് എനിക്കുള്ളൊരു സജഷൻ എന്താണെന്നുണ്ടെങ്കിൽ, ഇ-കോമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ എത്ര പൈസയാണോ നിങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അത്രയും പൈസയും കൂടി നിങ്ങൾ നമ്മുടെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് വിജയത്തിൽ എത്തിക്കാനുള്ള അടുത്ത കാര്യത്തിലേക്കും കൂടി നിങ്ങൾക്ക് ചെയ്തു വെക്കണമെന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളും ബഡ്ജറ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇ-കോമേഴ്സ് വെബ്സൈറ്റിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണോ നമ്മൾ ശരിക്കും നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുന്നതിലെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചെറിയ വിവരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കതിൽ കൂടുതലായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. താങ്ക്സ്. ഫോളോവേഴ്സ്.